ഹായ്, സിജിയാണേ. എപ്പോഴത്തെയും പോലെ ഇന്ന് ഞാനൊരു ചെടിയുടെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ കുഞ്ഞു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ താരം എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു പ്ലാന്റ് ആണ്. നമ്മുടെ താറാവിൻ്റെ കാല് പോലെ ഇലകളുള്ള ഒരു ചെടി. താറാവിൻ്റെ കാലുകളോട് സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് ഡക്ക് ഫീറ്റ് പ്ലാന്റ് എന്നുകൂടി പേര് കേട്ട അതിസുന്ദരിയായ പാസിഫ്ലോറ ട്രിഫാസിയേറ്റ എന്നാണ് ഈ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം. അപ്പോൾ ഈ പ്ലാന്റിന് ട്രൈക്കലേറ്റ് പാഷൻ വൈൻ എന്നും കൂടി പേരുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു ക്ലൈംബറാണ് ഈ പ്ലാന്റ്. മനോഹരമായ ഇലകളാണ് ഈ ചെടികളുടെ ഒരു പ്രത്യേകത. ഇലകൾ മാത്രമല്ല, അതിമനോഹരമായ പൂവും കൂടി ഈ ചെടിക്കുണ്ടാകാറുണ്ട്. ബ്രസീൽ ആൻഡ് പെറു ആണ് ഇതിന്റെ ജന്മദേശമെങ്കിലും വിദേശിയാണെന്ന യാതൊരു അഹങ്കാരവുമില്ലാതെ നമ്മുടെ സ്വദേശിയെ പോലെ നമ്മുടെ നാട്ടിൽ വളരെ മനോഹരമായ ഈ ചെടി വളരാറുണ്ട്. പാഷൻ വൈൻ്റെ ഫാമിലിയിൽപ്പെട്ടതാണ് ഈ അതിമനോഹരമായ ഈ പ്ലാന്റ്. അതിൻ്റെ ലീഫുകളുടെ ആ ഒരു ഭംഗി തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ശരിക്കും ഒരു ഡക്കിൻ്റെ ഫീറ്റ് പോലെയുണ്ട്. അതുകൊണ്ടാണ് ഈ പ്ലാന്റിന് ഡക്ക് ഫീറ്റ് പ്ലാന്റ് എന്ന് പേരുള്ളത്. അത്യാവശ്യം ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഈ പ്ലാന്റിനെ നമുക്ക് ഇൻഡോർ ആക്കി മനോഹരമായി വളർത്തിയെടുക്കാൻ സാധിക്കും. അതായത് പല പല ഷേപ്പിലുള്ള സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ലവ് ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ ഒക്കെയുള്ള സപ്പോർട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സപ്പോർട്ടിലൊക്കെ ഇതിൻ്റെ വള്ളികളെ കയറ്റി വിടേണ്ട ആവശ്യമില്ല, സ്വന്തമായിട്ട് അത് കയറിക്കൊള്ളും. അങ്ങനെയാണ് ഈ ക്ലൈംബറിൻ്റെ പ്രത്യേകത. ആ ഷേപ്പിലൊക്കെ നമുക്ക് വളർത്തിയെടുത്ത് മനോഹരമാക്കി ഇൻഡോറും അതേപോലെ ഔട്ട്ഡോറും ഒക്കെ സെറ്റ് ചെയ്യാം. നമ്മുടെ ബിഗോണിയ ചെടിയില്ലേ, ബിഗോണിയ ചെടിയൊക്കെ നമ്മൾ വളർത്തുന്നത് ഒരിക്കലും അതിൻ്റെ പൂവിൻ്റെ ഭംഗി കൊണ്ടല്ല, മറിച്ച് നമ്മൾ ആ ഇലകളുടെ ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് ബിഗോണിയ ചെടികളൊക്കെ വളർത്തുന്നത്. അതുപോലെയാണ് ഈ ചെടി. പൂവിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ ഇലകളാണ് അതിൻ്റെ ഒരു ഭംഗി. അതിനായിട്ട് നമ്മൾ ഇതിന് അത്യാവശ്യം നല്ല ഒരു ലൈറ്റുള്ളിടത്ത് വേണം ഈ ചെടിയെ നമ്മൾ പ്ലേസ് ചെയ്യാൻ. എന്ന് കരുതി ഡയറക്റ്റ് സൺലൈറ്റ് ഒത്തിരി സമയം ഇതിലോട്ട് അടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ വാടി തളർന്നു പോകും. ഇനി നന്നായിട്ട് ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്താണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഇതുപോലെ ആ ലീഫുകളിലൊക്കെ ആ പർപ്പിളിഷ് കളർ നന്നായിട്ട് കയറി വരും. ലീഫിൻ്റെ കളർ നന്നായിട്ട് അറിയണമെങ്കിൽ അതിനെ നല്ല ഒരു ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്ത് വേണം നമ്മൾ പ്ലേസ് ചെയ്യാൻ. അപ്പോൾ ഇലകളുടെ സൈസും നല്ല അത്യാവശ്യം വലിയ സൈസിൽ വരാൻ വേണ്ടിയും അതേപോലെ ബാക്ക് സൈഡിൽ ഇതുപോലെ നല്ല ഡാർക്ക് പർപ്പിളിഷ് കളറും ഒക്കെ ആകണമെങ്കിൽ നമ്മൾ ഇതിനെ നല്ല ലൈറ്റുള്ളിടത്ത് വേണം പ്ലേസ് ചെയ്യാൻ. നല്ല ലൈറ്റുള്ളിടത്തിരിക്കുന്ന ലീഫിൻ്റെ പുതിയ ലീഫുകൾ നല്ലൊരു ഡാർക്ക് പർപ്പിൾ കളറായിരിക്കും. അപ്പോൾ അത് കുറച്ചൊന്ന് മെച്ചറാവുന്നതിനനുസരിച്ച് ആ പർപ്പിൾ കളർ ചെറുതായിട്ട് ഒന്ന് കുറയും, പിന്നെ വീണ്ടും കുറയും. എന്നിട്ടൊരു ലൈറ്റ് ഒരു പെയിൽ യെല്ലോ കളറിലോട്ട് ആ ലീഫിൻ്റെ കളർ ചേഞ്ച് ആവും. അത് മെച്ചറാകുന്നതിനനുസരിച്ച് ഈ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ ഷെയ്ഡ് ഇല്ലാത്തടത്താണ് ഈ പ്ലാന്റ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഈ എല്ലാത്തിനും ആ ഒരു ലൈറ്റ് പെയിൽ കളർ തന്നെയായിരിക്കും എല്ലാ ലീഫിനും. അപ്പോൾ ഇങ്ങനെ ട്രൈ കളർ ഫാസിയേറ്റ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേരെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് തന്നെ ഈ കളർ ഇങ്ങനെ ചേഞ്ച് ആയി വരുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഈ ഒരു പ്ലാന്റിനെ നോക്കിയാൽ മനസ്സിലാവും ഇത് നല്ല ഒരു ഷെയ്ഡിൽ ഇരിക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇതിൽ ആ ഒരു പർപ്പിളിഷ് കളർ ഒന്നും വന്നിട്ടില്ല. എല്ലാ ലീഫിനും ഏകദേശം സെയിം കളറാണ്. അപ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ആ നേരത്തെ കാണിച്ച പ്ലാന്റ് നല്ല ഒരു ലൈറ്റുള്ളിടത്തിരിക്കുന്നതും ഇതൊരു ഷെയ്ഡഡ് ഏരിയയിലിരിക്കുന്ന പ്ലാന്റുമാണ്. അപ്പോൾ അത് ആ ലീഫിൻ്റെ വ്യത്യാസം തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ പാഷൻ ഫ്രൂട്ടിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഉള്ള പൂവ് ഈ ചെടിയിലും ഉണ്ടാകാറുണ്ട്. രാത്രിയാണ് ഈ പൂവ് വിരിയാറുള്ളത്. ഇതൊരു വൈറ്റ് കളർ ഫ്ലവറാണ്. പ്രത്യേകിച്ച് മണമൊന്നുമില്ല. ഒരു ദിവസം ഫ്രഷായി നിന്നിട്ട് പിന്നെ അത് കൊഴിഞ്ഞു പോകും. പിന്നെ ഈ ചെടിയെ നമ്മൾ തിക്കായിട്ട് ഒത്തിരി നല്ല ഭംഗിക്ക് തിക്കായിട്ട് വളർത്താൻ വേണ്ടി 4-5 തൈകൾ ഒരുമിച്ച് ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ബുഷിയായിട്ട് വളർന്നു വരും. ഇനി അതെല്ലാം ഒരു നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ ഒക്കെയുള്ള ഒരു പോട്ടിൽ ഇതുപോലെ സപ്പോർട്ടുകൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സപ്പോർട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ഏരിയ ഫുള്ള് നമുക്ക് വേണമെങ്കിൽ കവർ ചെയ്തെടുക്കാം. ഒത്തിരി സ്ക്വയർ ഷേപ്പിലുള്ള പോട്ടുകളിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു സൈഡ് കാണാതെ തന്നെ നമുക്ക് ഈ ചെടിയെ ആ ഒരു സൈഡ് മറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ ചെടിയെ നമുക്ക് ഉപയോഗിക്കാം. അത്ര നല്ല ബ്യൂട്ടിഫുള്ളായി പല ഐഡിയാസ് ഉപയോഗിച്ച് നമുക്ക് ഈ ചെടിയെ വളർത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എല്ലാ ചെടിയെയും പോലെ തന്നെ ഈ ചെടിക്കും അത്യാവശ്യം ഈർപ്പം ആവശ്യമാണ് എന്ന് കരുതി വെള്ളം കെട്ടി നിന്നാൽ ഈ ചെടി പാടെ വേരൊക്കെ അഴുകിപ്പോകാനും ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇലയൊക്കെ പൊഴിഞ്ഞായിരിക്കും ഇതിൻ്റെ ഈ വെള്ളം കൂടിപ്പോയത് കൊണ്ട് ഇത് അഴുകിപ്പോകുന്നത്. ഇതുപോലെ വലിയ ലീഫോടുകൂടി നല്ല കളറൊക്കെ വരാൻ വേണ്ടി അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഫെർട്ടിലൈസർ നൽകാം. അതായത് NPK കൊടുക്കാം. NPK 19-19-19 നല്ലത്. അതേപോലെ ഉണങ്ങിയ ചാണകപ്പൊടി, അതേപോലെ കമ്പോസ്റ്റൊക്കെ മാസത്തിൽ 1-2 തവണയൊക്കെ നമുക്ക് കൊടുത്താൽ വലിയ ഇലകളോടെ നല്ല ഭംഗിയായിട്ട് വരും. എല്ലാ ക്ലൈംബറിനെയും പോലെ ഈ ചെടിക്കും ഇതുപോലെ ടെൻഡ്രിൽസുകളുണ്ട്. ടെൻഡ്രിൽസുകൾ എന്ന് വെച്ചാൽ ഈ സ്പ്രിങ് പോലെ കാണുന്നവ. ഇതിൻ്റെ സഹായത്തോടു കൂടിയാണ് അവ എല്ലാ സപ്പോർട്ടുകളിലും പിടിച്ച് കയറി നിവർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടിലും അതേപോലെ അല്ലെങ്കിൽ നമ്മൾ മതിലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ വോളിൻ്റെ അടുത്തോ ഒക്കെ വെക്കുകയാണെങ്കിൽ അതിലൊക്കെ തന്നെയും ഈ ഒരു ടെൻഡ്രിൽസിൻ്റെ സഹായത്തോടു കൂടി അവ ചുറ്റിപ്പിണഞ്ഞ് അവ നിവർന്ന് നിന്ന് നല്ല ഹെൽത്തി ആയിട്ട് മുകളിലോട്ട് വളരാൻ ശ്രമിക്കും.
ക്ലൈംബറുകളുടെ സ്റ്റെമ്മുകളൊക്കെ തന്നെ ഒട്ടും കട്ടിയില്ലാത്തവയാണ്. അവയാണ് അതിൻ്റെ പ്രത്യേകത. ഇതിപ്പോൾ ഞാൻ ഈ ഒരു പോട്ടിൽ ഒരു ഒറ്റ പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. അതിന് സപ്പോർട്ടായിട്ട് ഒരു തടിയിൽ ഇതുപോലെ കയറ് ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചെടി ആ ഒരു സപ്പോർട്ടിൽ സ്വന്തമായിട്ട് തന്നെ പിടിച്ച് കയറി മുകളിലോട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ മുകളിലെത്തുമ്പോൾ നമുക്ക് അതിനെ കുറച്ച് ബുഷിയാക്കണമെങ്കിൽ നമ്മൾ ആ ഒരു ബ്രാഞ്ച് ഏതെങ്കിലും ഒരു ബ്രാഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ആ കട്ട് നമുക്ക് പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് പുതിയ പുതിയ ബ്രാഞ്ചുകൾ വരും. അപ്പോൾ നല്ല ബുഷിയായിട്ട് മുകൾ ഭാഗമൊക്കെ നല്ല ബുഷിയായിട്ട് കാണും. അതിനുവേണ്ടി നമ്മൾ ഈ ഓരോ ബ്രാഞ്ചും കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല തിക്കായിട്ട് ആ പ്ലാന്റ് വളർന്നു വരികയും ചെയ്യും. ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ്. അത്ര വലിയ ബുദ്ധിമുട്ടിയൊന്നും നമ്മളിതിൽ തൈകളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ബ്രാഞ്ച് കട്ട് ചെയ്ത് വെച്ച് തന്നെ നമുക്ക് തൈകൾ ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ മെച്ചർ അല്ലാത്ത ബ്രാഞ്ച് നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ പോട്ടി മിക്സിലൊക്കെ കുത്തി വെച്ച് കഴിയുമ്പോൾ അത് അഴുകി പോകുകയുള്ളൂ, അത് പിടിക്കില്ല. അപ്പോൾ അത്യാവശ്യം നമ്മൾ നല്ല മെച്ചറായിട്ടുള്ള ഒരു ബ്രാഞ്ച് നോക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലും ഇതുപോലെ ഓരോ ലീഫുകൾ വന്ന് കൊഴിഞ്ഞു പോയ നോഡുകളൊക്കെ കാണും. അപ്പോൾ അങ്ങനെയുള്ള നോഡ് വേണം നമ്മൾ എടുക്കാൻ. അത് മണ്ണിൽ കുത്തിവെച്ചാൽ അതിൽ നിന്ന് പുതിയൊരു ബ്രാഞ്ചൊക്കെ കിളിച്ച് വരും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം മെച്ചറായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് എടുക്കുന്നത്. അങ്ങനെ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഏത് ബ്രാഞ്ച് വേണമെങ്കിലും നമുക്ക് എടുക്കാം. തീരെ മെച്ചറല്ലാത്ത പുതിയത് എടുക്കരുതെന്നേ ഉള്ളൂ. പിന്നെ ഈ കട്ട് ചെയ്തെടുത്ത ബ്രാഞ്ച് നടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിക്സ്, അതായത് പോട്ടി മിക്സ്, അതിൽ നമ്മൾ ഒരിക്കലും ചാണകപ്പൊടി, കമ്പോസ്റ്റ് അതൊന്നും അപ്പോൾ നമ്മൾ നടുമ്പോൾ ചേർക്കാൻ പാടില്ല. കാരണം എല്ലാ സ്റ്റെം കട്ടിങ്ങും അത് പിടിച്ച് വേരൊക്കെ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലുള്ള കമ്പോസ്റ്റും ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനെ നട്ട് കൊടുക്കുന്നത് കൊക്കോപിറ്റും മണ്ണും മണലും കൂടെ ചേർന്ന ഒരു മിക്സിലാണ്. എന്നിട്ട് പുതിയ ഒരു ലീഫൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഈ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഒക്കെ നൽകാറുള്ളൂ. അല്ലെങ്കിൽ ഇത് ആ ഒരു നമ്മുടെ കമ്പോസ്റ്റിലോ അല്ലെങ്കിൽ അതിലൊക്കെയുള്ള എന്തെങ്കിലും ബാക്ടീരിയാസൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ചെടിയെ ചിലപ്പം അഴുകിച്ച് കളയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ നട്ട് വെച്ചതാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതിലിതാ പുതിയ ഒരു ബ്രാഞ്ചൊക്കെ വന്നിട്ടുണ്ട്, പുതിയ ലീഫൊക്കെ വന്നു. ഇനി നമുക്കിതിനെ നല്ല ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഒക്കെ കൊടുത്ത് നല്ലൊരു വലിയൊരു പോട്ടിലോട്ട് മാറ്റി കൊടുക്കാം. ഇങ്ങനെ ബ്രാഞ്ച് നട്ട് വെച്ച പോട്ട് മിക്സിൽ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. 2-3 ദിവസം തണലത്തിൽ വെച്ചിട്ട് നമുക്ക് നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്തോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് മനോഹരമാക്കി നമുക്ക് ഈ ചെടിയെ വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നല്ല ഡാർക്ക് കളറിൽ നിന്ന് 3 കളറിലോട്ട് ചേഞ്ചായി ഇതിൻ്റെ ലീഫുകളൊക്കെ വരണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ഇഷ്ടമായെങ്കിൽ മാത്രമല്ലേ നമ്മളതൊക്കെ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിജാസ്.